കയറ്റി പോകുന്ന അഞ്ചസയോട് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, അഞ്ചസ ഒട്ടകത്തിനെ മെല്ലെ കൊണ്ടുപോകണേ. അഞ്ചസ പിറകിൽ പെണ്ണാണുള്ളത്, പിറകിൽ ഒരു സ്ത്രീയാ, പിറകിൽ ഒരു പെണ്ണാ, പിറകിൽ നിന്റെ ഭാര്യയാ. അതുകൊണ്ട് ഒട്ടകത്തെ മെല്ലെ കൊണ്ടുപോകണമെന്ന് ഒരു ട്രാഫിക് പോലീസുമല്ല പറഞ്ഞത്, ഒരു DGPയുമല്ല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പെണ്ണിന്റെ കൂടെ യാത്ര നമ്മുടെ കൂടെ പെണ്ണ് യാത്ര ചെയ്യുമ്പോ വാഹനം മെല്ലെ കൊണ്ടുപോകണമെന്ന് ചരിത്രത്തിന്റെ താളിൽ പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, സ്വാലിഹത്തായ ഭാര്യ ഒരാളുടെ കൂടെയുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടാകില്ല. ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ചോ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, വമിൻ ശഖാവത്തിൽ മർഅ, ഒരു മനുഷ്യന്റെ പരാജയത്തിൽപ്പെട്ടതാണ് മൂന്ന് കാര്യം വിജയമാണ് എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റായി 3 കാര്യം പരാജയ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, അൽ മർഅതു സൂ, ചീത്തയായ ഭാര്യ, സ്വഭാവം ശരിയില്ല, പഠിച്ചോനെ ഉസ്താദേ കെട്ടിപ്പോയി നായി ഒന്നും ചെയ്യാൻ പറ്റൂല, മക്കളൊക്കെ ആയി ക്ഷമിക്കുക, വേറെന്ത് വഴിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. മർഅതു സൂ, ചീത്ത സ്വഭാവം, വായെടുത്ത ചീത്തയെ പറയുള്ളൂ, വായെടുത്ത കളവേ പറയുള്ളൂ. വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, പള്ളിയിൽ കിടന്നുറങ്ങി 10-40 വർഷക്കാലം ഗൾഫ് രാജ്യത്ത് ജീവിച്ച് ഷുഗറും കൊളസ്ട്രോളുമായി കടന്നു വന്നപ്പോ ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ല ഫേസ്ബുക്കില്, എല്ലാം ചെയ്ത് ഗൾഫിൽ നിന്ന് വന്നപ്പോ രോഗം പിടിച്ചു, നോക്കാൻ ആരുമില്ല. എന്തിനധികം പറയുന്നു, വീട് പോലും ഭാര്യ തട്ടിയെടുത്തു. എത്ര, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ കഴിയാതെ മണൽപ്പരപ്പിൽ തപിക്കുന്ന മരുഭൂമിയിൽ രാത്രി കാലത്ത് പോലും കിടന്നുറങ്ങാതെ അധ്വാനിച്ച പ്രവാസിയുടെ വിഷമങ്ങളെ കുറിച്ച് അറിയാത്തവരില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ എത്ര ആള് പള്ളി കിടക്കുകയാണ്, വീട്ടിലേക്ക് പോകില്ല. അതേ, വീട്ടിൽ പോകാൻ പറ്റൂല, വീട്ടിലൊന്നുമില്ല. കാരണം എന്താ? ഞാനിത് അനുഭവം പറയാണ്. ചില ആളുകൾ പറഞ്ഞു, ഗൾഫിലുണ്ടാകുമ്പോ 5000, 10,000, 15 അയച്ചുകൊടുക്കും. എന്തൊരു സ്നേഹ ഭാര്യമാർക്ക്. ഇന്നൊന്നുമില്ല, റിട്ടയർഡായി, ഇന്ന് കയ്യിലൊന്നുമില്ല, ഗൾഫൊക്കെ പോയി 5,000 പോയിട്ട് 50 രൂപ പോലും ഇല്ല. അതുകൊണ്ട് വിലയില്ല, വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. മക്കളുടെ സ്വഭാവം മാറി, ഭാര്യയുടെ സ്വഭാവം മാറി. എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഉമ്മമാര്, ഉത്തമ വനിതയാകണം നിങ്ങൾ, സ്വാലിഹത്തായ ഭാര്യയാകണം നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അൽ മർഅതു സൂ, മോശമായ ഭാര്യ, വൽ മർകബു സൂ, മോശമായ വാഹനം. യാത്ര ചെയ്യാൻ പറ്റൂല, ഒരു ഉറപ്പില്ല വാഹനത്തിൽ പോകാൻ, പയ്യന്നൂരിലേക്ക് എത്തുന്ന ഉറപ്പില്ല. അവന്റെ ജീവിതത്തിലെ ടെൻഷൻ അല്ലേ? മൂന്നാമത്തത് വൽ മസ്കനുൽ ലയ്യിക്, കുടുസായ വീട്. ഈ 3 ഒരാൾക്കുള്ളത് അവന്റെ പരാജയമാണ്. ഇനി ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. സഹാബി പറയുകയാണ്, ലൗ അലിംനാ, ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അയ്യുൽ മാലി ഖൈറ്, അല്ലാഹുവിന്റെ റസൂലേ ഏതാണ് ഏറ്റവും നല്ല സമ്പാദ്യമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഏതാണ് നല്ല സമ്പത്തെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഫനത്തഖിദുഹു, ആ സമ്പത്ത് ഞങ്ങൾ ഉണ്ടാക്കും, അതിനു വേണ്ടി ഞങ്ങൾ അധ്വാനിക്കോ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും നല്ല സമ്പാദ്യം പറഞ്ഞത്. ഒന്ന് അഫ്ളുഹു, ആ സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലിസാനുൻ ദാകിർ, ലിസാനുൻ ദാകിർ, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന നാവാണ്, ദിക്റുള്ള നാവാണ്. സ്വലാത്ത്, തഹ്ലീല്, തസ്ബീഹ്, ഇത് ഇങ്ങനെ ഒരുപാട് അധികരിപ്പിക്കുന്നത് ഏറ്റവും നല്ല സമ്പാദ്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കണം, അത് ഏറ്റവും നല്ല സമ്പാദ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പ്രവാചകർ പറയുന്നു, അഫ്ളലുഹു ലിസാനുൻ ദാകിർ,
ഷാക്കിർ, ഏറ്റവും നല്ല സമ്പാദ്യം ദിക്ർ പറയലാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വഖൽബുൻ ഷാക്കിർ, നന്ദിയുള്ള ഹൃദയം, നന്ദിയുള്ള ഹൃദയം. വസൗജത്തും മുഅ്മിന, മുഅ്മിനത്തായ ഭാര്യയാണ്. തുഈനുഹു അലാ ഈമാനിഹി, പുരുഷന്റെ വിശ്വാസത്തിന് താങ്ങായി തീരുന്ന മുഅ്മിനത്തായ ഭാര്യ ഒരാൾക്കുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല സമ്പാദ്യമാണ്. ഒരാൾക്ക് സ്വാലിഹത്തായ ഭാര്യ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമ്പത്താണ്. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ അല്ലേ, അതൊരു മുതലാണെന്നൊക്കെ പറയും നമ്മൾ അല്ലേ. ഭാര്യ ഒരു മുതലാണെന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? അവളെ ഒരുപാട് മുതലും കൊണ്ട് വന്നു എന്നല്ല, അവളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും, അവൾ സ്നേഹം തരുന്നവളാണ്. ഏതാണ് സ്വാലിഹത്തായ ഭാര്യ? ശ്രദ്ധിച്ചോ. വസൗജത്തും മുഅ്മിന, മുഅ്മിനത്തായ ഭാര്യയാണ്. തുഈനുഹു അലാ ഈമാനിഹി, അവന്റെ വിശ്വാസത്തിന്റെ മേൽ സഹായിക്കുന്ന എന്ന് പറഞ്ഞാൽ വയലൊക്കെ കഴിഞ്ഞ് 2:30 മണിക്ക് പോയാണ്. അങ്ങനെ 2:30 മണിക്ക് വയലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇവിടുത്തെ കാര്യം പറഞ്ഞാലേ നിങ്ങൾ പേടിച്ചോണ്ടാ പഠിച്ചോൻ ഇത് 2 മണിയാവോ തീരാൻ വേണ്ടി. ഇതിപ്പോ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്തും. എവിടെങ്കിലും വലിയ വാദനൊക്കെ പോയി ലോങ് സ്ഥലത്ത് പോയി 2:30 മണിയായപ്പോ പഠിച്ചോനെ എല്ലാ സമയത്തും സുബഹി നിസ്കരിക്കുന്ന മനുഷ്യനാ. അയാളിങ്ങനെ ചിന്തിക്കുക, അല്ലാഹ് ഇനി ഞാൻ അറിയോ അൽറാമൊക്കെ വെച്ചിട്ടുണ്ട് മൊബൈലിൽ. അന്നേരമാണ് അവന്റെ മനസ്സിന്റെ ഓളങ്ങളിലൂടെ സന്തോഷത്തിന്റെ പിണരുകൾ ഉണ്ടാകുന്നത്. കുഴപ്പമില്ല, ഞാൻ എത്ര വൈകിയാലും എന്റെ ഭാര്യ എന്നെ തട്ടി വിളിക്കും, എത്രേ ഭർത്താവേ എഴുന്നേൽക്കുന്നില്ലേ. അതാണ് സ്വാലിഹത്തായ ഭാര്യ. നമ്മൾ ഉറങ്ങിപ്പോയ ഭാര്യ ഉറങ്ങിപ്പോയി, നമ്മൾ ഉറങ്ങിപ്പോയ പിന്നെ ആ വീട്ടിൽ ലൈറ്റ് ഇല്ല. പിന്നെ 10 മണിക്ക് ആരെങ്കിലും വന്നിട്ട് അതെ എന്താ പുറത്തെ ലൈറ്റ് ഓഫ് ആക്കാത്തത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ആരെങ്കിലും വന്ന് വാതിൽ മുട്ടുമ്പോഴാണ് ഭർത്താവ് പറയുന്നത് ഭാര്യ അങ്ങനെ ആകരുത്, അങ്ങനെ ആകരുത്. ക്ഷീണം പിടിച്ചുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് വരുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവിനെ സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന ഭർത്താവാണെങ്കിൽ തട്ടി വിളിക്കാൻ കഴിയുന്നവളാണ് സാലിഹത്തായ ഭാര്യ. കാരണം എന്നെ കൊണ്ട് ഭർത്താവിന് അവന്റെ അമല് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇനി നിസ്കരിക്കാത്തവനാണെങ്കിലോ നല്ല ഉപദേശം കൊടുത്തിട്ട് ഭർത്താവിനെ നന്നാക്കുക, നല്ല മാന്യമായ നിലക്കുള്ള ഉപദേശം. പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ടൊരു മനുഷ്യന്റെ ഏറ്റവും നല്ല സമ്പാദ്യം ഒരു ഉത്തമമായ വനിതയാണ്. അങ്ങനെയാകുമ്പോഴാണ് കുടുംബ ജീവിതം നന്നാകുന്നത്. അതിനെ ഭാര്യ മാത്രം സ്വാലിഹത്തായിട്ട് കാര്യമില്ല, ഭർത്താവ് ഒരു സ്വാലിഹാകണം. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇദാ ജാഅകും മൻ തർളൗന ദീനഹു വഖുലുഖാ, നിങ്ങളുടെ അടുത്ത് ദീനുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു കഴിഞ്ഞാൽ, ഇദാ ജാഅകും മൻ തർളൗന ദീനഹു വഖുലുഖാ, നല്ല സ്വഭാവവും നല്ല ദീനുമുള്ളൊരു ചെറുപ്പക്കാരൻ വിവാഹം അന്വേഷിച്ചാൽ, ഫൻകിഹൂ, അവന് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണേ. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഇനി എങ്ങാനും അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ദുനിയാവിൽ ഏറ്റവും വ്യാപകമായ കുഴപ്പമുണ്ടാകുമെന്ന് ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോൾ നോക്കേണ്ടത് ദീനുണ്ടോ, അവന്റെ സ്വഭാവം ശരിയുണ്ടോ. ദീനുണ്ടെങ്കിൽ അവന് സ്വഭാവം ഉണ്ടാകും അല്ലേ. അക്മലുൽ മുഅ്മിനീന ഈമാനാ, ഈമാനിൽ വെച്ച് ഏറ്റവും പരിപൂർണമായത് അഹ്സനുഹും ഖുലുഖാ, അവരിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ്. ഭർത്താവ് നല്ല സ്വഭാവക്കാരൻ, ഭാര്യ നല്ല സ്വഭാവമുള്ളവളാണ്. അതുകൊണ്ട് നാം സെലക്ട് ചെയ്യേണ്ടത് അവൻ എത്ര ഫ്ലാറ്റ് ഉണ്ടെന്നല്ല, നമ്മൾ നോക്കുന്നതാണ് അല്ലെ. ജോലിയൊക്കെ വേണം, ജോലി ഇല്ലാത്തവന് കല്യാണം കഴിച്ചു കൊടുക്കണ്ട. ജോലി ഇല്ലാത്തവന് സ്വന്തം ഭാര്യയെ പോറ്റാൻ കഴിയാത്തവന് കല്യാണം കഴിച്ചെടുക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മള് മർമ്മപ്രധാനമായി നോക്കേണ്ട 2 വിഷയമാണ് ദീനും സ്വഭാവവും. ഇനി സമ്പത്തൊക്കെ ഉണ്ട്, അവന്റെ സ്വഭാവം ശരിയില്ലെങ്കിലോ ആ കുടുംബം തകർന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരനെ നാം നോക്കേണ്ടത് ദീനുള്ള ചെറുപ്പക്കാരനെ. എന്റെ പ്രഭാഷണം കേൾക്കുന്ന കല്യാണം കഴിയാത്ത പെൺകുട്ടികളെ നിങ്ങൾ എഴുതി വെച്ചോ, ദീനില്ലാത്ത ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചാൽ ആ കുടുംബ ജീവിതം മുന്നോട്ട് പോകില്ല. ഒരു മാസമാകുമ്പോഴേക്ക്, ഒരു വർഷമാകുമ്പോഴേക്ക് തന്നെ തകർന്നടിഞ്ഞു പോവുകയാണ്. പക്ഷേ ദീനുള്ളൊരു ചെറുപ്പക്കാരനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ അറിയാം ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറണമെന്ന്. ഇനിയോ നമ്മൾ ചിന്തിക്കണേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേ കല്യാണം കഴിക്കുമ്പോൾ അതിന് ഉദ്ദേശങ്ങൾ ഉണ്ടാകണം. കല്യാണം കഴിക്കുമ്പോൾ അതിന് നല്ല ഉദ്ദേശമുണ്ടാകണോ? ഇവിടെ നാം സെലക്ട് ചെയ്യേണ്ടത് സ്വാലിഹത്തായ പെണ്ണിനെയാണ്. ഒരു സ്വാലിഹായ ചെറുപ്പക്കാരനാണ് കടന്നു വന്നതെങ്കിൽ ആ സ്വാലിഹായ ചെറുപ്പക്കാരന്റെ കൂടെയുള്ളത് ഒരു സ്വാലിഹത്തായ ഭാര്യയായിരിക്കണം. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നവരുടെ ഉദ്ദേശം എന്താകണം? പണത്തിന് വേണ്ടിയാകരുത്, പണത്തിന് വേണ്ടിയാകരുത്. അതല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, തുൻകഹുൽ മർആ ലിഅർബഇ ഖിസാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, 4 കാര്യത്തിന് വേണ്ടി വിവാഹം കഴിക്കപ്പെടോ. തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ. 4 കാര്യത്തിന് വേണ്ടിയാണ് വിവാഹം കഴിക്കപ്പെടുന്നത്. 4 കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ അതിൽ ഒന്നെന്താണ്? തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ ലിമാലിഹാ. അവളുടെ മുതലിന് വേണ്ടി വിവാഹം കഴിക്കപ്പെടും എന്നാണ്. അവളുടെ മുതലിന് വേണ്ടി വിവാഹം കഴിക്കണം എന്നല്ല, ലിമാലിഹാ എന്നാ പറഞ്ഞത്. എന്താ ഹാ എന്ന് പറഞ്ഞ? റളിയല്ലാഹു അൻഹാ എന്ന് പറഞ്ഞ എന്താ? ആയിഷ ബീബിന്റെ പേരേക്കും എന്താ പറയാ? അൻഹൂന്നോ? എന്താ നിങ്ങൾ മിണ്ടാത്ത? റളിയല്ലാഹു അൻഹാ എന്താ പറയുന്ന? ആയിഷ ബീബിന്റെ പേരേക്കുമോ? സ്ത്രീ ആയതുകൊണ്ടല്ലേ. ലിമാലിഹ എന്ന് പറഞ്ഞ ഉപ്പാന്റെ മുതലല്ല, അവളെ മുതൽ. അതിന്റെ പേരാ സ്ത്രീധനം എന്ന് പറയുന്നത്. ഉപ്പാന്റെ ധനം എന്ന് പറഞ്ഞിട്ടില്ല, അമ്മോച്ചന്റെ ധനം എന്ന് പറഞ്ഞിട്ടില്ല. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ മുതലാണ്. ഈ പെണ്ണിന്റെ മുതലിന് വേണ്ടി ഒരാള് കല്യാണം കഴിച്ചാൽ തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ ലിമാലിഹാ. മുതലിന് വേണ്ടി കല്യാണം കഴിക്കപ്പെടുന്നു. വലിജമാലിഹാ, ഭംഗിക്ക് വേണ്ടി കല്യാണം കഴിക്കപ്പെടുന്നു. വലിയ അഹ്സബിഹാ, തറവാടിന് വേണ്ടി കല്യാണം കഴിക്കപ്പെടുന്നു. വലി ദീനിഹാ, ദീനിന് വേണ്ടി കല്യാണം കഴിക്കപ്പെടുന്നു. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഫദ്ഫറു ബിദാത്തിദ്ദീൻ, ദീനിന് പ്രാമുഖ്യം കൊടുക്കണേ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഈ 4 കാര്യവും ഒരാൾക്ക് യോജിച്ചു വന്ന വലിയ ഭാഗ്യമാണ്, അല്ലേ? ഇതിൽ ഏറ്റവും വേണ്ടത് ദീനാണ്. ദീനിന് മുൻതൂക്കം കൊടുക്കണം. മനസ്സിന്റെ അകത്ത് സൗന്ദര്യമുള്ളവൾ, മനസ്സാണ് സൗന്ദര്യം വേണ്ടത്. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മൻ തസവ്വജ ഇംറഅത്തിൻ ലിഇസ്സി മൻ തസവ്വജ ഇംറഅതൻ. ആരെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു, ലിഇസ്സിഹാ, അവളുടെ യോഗ്യതയ്ക്ക് വേണ്ടി കല്യാണം കഴിച്ചാൽ, അവളുടെ യോഗ്യതയ്ക്ക് വേണ്ടി കല്യാണം കഴിച്ചാൽ, ലം യസിദ്ഹു അല്ലാഹു ഇല്ലാ ദുല്ലാ, അല്ലാഹുവിനെ താഴ്ചയല്ലാതെ അധികരിപ്പിച്ചു കൊടുക്കില്ല. അതുകൊണ്ടൊരു പെണ്ണിന്റെ ഇസ്സത്തല്ല നോക്കേണ്ടത്, ഒരു പെണ്ണിന്റെ യോഗ്യത നോക്കിയിട്ടല്ല. അവൾ എത്ര പഠിച്ചു, അവൾ BA-കാരിയാണോ, അവൾ B.Ed ഉള്ളവളാണോ, അവൾ MA ഉള്ളവളാണോ, അവൾ IAS ഉദ്യോഗസ്ഥയാണോ എന്നല്ല നോക്കേണ്ടത്, ദീനാണ് നോക്കേണ്ടത്. 5 വക്ത് നിസ്കരിക്കുന്നവളാണോ, ഭർത്താവിനോട് നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ കഴിയുന്നവളാണോ, ഒരു കുടുംബ ജീവിതത്തിന്റെ അതേ ആണിക്കല്ലാകാൻ പറ്റിയവളാണോ, എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വീടിന്റെ ഐശ്വര്യമാകാൻ കഴിഞ്ഞവളാണോ എന്ന് ചിന്തിച്ചിട്ടാണ് കല്യാണം കഴിക്കേണ്ടത്. വമൻ തസവ്വജ ലിവമൻ തസവ്വജഹാ ലിമാലിഹാ. ഒരാൾ പെണ്ണിന്റെ മുതൽ ആഗ്രഹിച്ചിട്ട് കല്യാണം കഴിച്ചാൽ ലം യസ്ദുഹു ഇല്ലാ ഫഖറാ, അല്ലാഹുവിന് ദാരിദ്ര്യമല്ലാതെ ഏറ്റിക്കൊടുക്കൂല. ചില ആള് പറയും, ഉസ്താദ് എത്രയൊക്കെ വാങ്ങിയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്, അവരുടെ ജീവിതത്തിനകം നമുക്കറിയില്ലല്ലോ, അവരുടെ കിടപ്പറ രഹസ്യം നമുക്കറിയില്ല, അവരുടെ പ്രശ്നം നമുക്കറിയില്ല. പുറത്ത് വണ്ടി കാണുന്നു, ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ബംഗ്ലാവ് കാണുന്നു, പക്ഷേ
ജീവിതത്തിന് ദാരിദ്ര്യത്തിന്റെ കുത്തു വീണത് നമ്മൾ അറിയില്ല. അതുകൊണ്ട് ഒരാള് പെണ്ണിന്റെ ഭംഗി മാത്രം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ലം യസ്ദുഹു ഇല്ലാ ഫഖറാ വമൻ തസവ്വജഹാ ലിഹസബിഹാ. ഇനി ഒരു പെണ്ണിന്റെ തറവാട് മാത്രം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ലം യസ്ദുഹുല്ലാഹു ഇല്ലാ ദനാആ. അല്ലാഹു അവന് താഴ്ചയല്ലാതെ നൽകയില്ല, ഒരു ഉയർച്ച ഉണ്ടാവില്ല. വമൻ തസവ്വജ ഇംറഅതാ. ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് ലം യതസവ്വജ്ഹാ ഇല്ലാ ലിയഗുള്ള ബസറഹു. കണ്ണ് ചെമ്മിക്കിട്ടാനാണ്. കല്യാണം കഴിഞ്ഞാൽ അന്യ സ്ത്രീയിലേക്ക് നോക്കാതിരിക്കാൻ, കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യാതിരിക്കാൻ എന്ന ഉദ്ദേശത്തിലാണ് ഒരാള് കല്യാണം കഴിച്ചത്. ഔലിയഹ്സുന ഫർജഹു. അവന്റെ ഗുഹ്യ ഭാഗം സൂക്ഷിക്കാനാണ്. കല്യാണം കഴിച്ചാൽ പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്തയുണ്ടാകില്ല. കല്യാണം കഴിച്ചാൽ പിന്നെ മോശമായൊരു ചിന്തയുണ്ടാകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചിന്തയോടുകൂടെ ഒരാള് കല്യാണം കഴിക്കുന്നു. ഔ യസില റഹിമഹു. കുടുംബ ബന്ധം ചേർക്കാനാണ് എന്ന ഉദ്ദേശത്തിലാണ്. ഈ 3 ഉദ്ദേശം വെച്ചൊരാള് കല്യാണം കഴിച്ചാൽ, ഒന്ന് ഗുഹ്യ ഭാഗം, ഒന്ന് കണ്ണ് ചിമ്മാൻ. അങ്ങനെയല്ല, കല്യാണം കഴിക്കുന്ന മുമ്പ് ഒരു പെണ്ണിനെ നോക്കിയിട്ടില്ല, കല്യാണം കഴിച്ചതിന് ശേഷം നോക്കൽ കൂടുതൽ. കാരണം എന്റെ ഭാര്യ ഇതിനേക്കാളും സ്റ്റൈലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയാണ്. ഈ അടുത്ത കാലത്ത് ചെറുപ്പക്കാർക്ക് ചെറിയൊരു പേടി ഉണ്ടായത്. കാരണം ഇത്ര 14 സെക്കൻഡ് എങ്ങാനും നോക്കിയാൽ കേസ് കൊടുക്കാം. അതുകൊണ്ട് പേടിച്ച് നോക്കാത്തവരുണ്ടായിരുന്നു. അന്നേരം ചില വിദ്വാന്മാർ പറഞ്ഞു, എന്നാലും 14:15 വരെയെങ്കിലും 13:15 നോക്കാമല്ലോ, 14 സെക്കൻഡ് ആകുന്നതിന് മുമ്പ് കണ്ണടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത്? അതേ, നീ കല്യാണം കഴിച്ചത് അന്യ പെണ്ണിനെ നോക്കാതിരിക്കാനാവണം. അതുപോലെ തന്നെ ഗുഹ്യ ഭാഗത്തെ സൂക്ഷിക്കാൻ, കുടുംബ ബന്ധം ചേർക്കാൻ നല്ലൊരു കുടുംബമുണ്ടാകണം. അല്ലാഹു പൊരുത്തപ്പെട്ട ഉത്തമമായൊരു കുടുംബമുണ്ടാകണം. ഈ 3 ഉദ്ദേശത്തിൽ ഒരാള് കല്യാണം കഴിച്ചാൽ അവന് അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത ഓഫർ എന്തെന്നറിയോ? പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ബാറകല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീ. അല്ലാഹുവേ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവന്റെ കുടുംബത്തിൽ ബറക്കത്ത്, അവന്റെ കുസുമങ്ങളിൽ കുരുന്നുകളിൽ ബറക്കത്ത്, അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത്. ഈ 3 ഉദ്ദേശം വെച്ചിട്ടൊരാള് കല്യാണം കഴിച്ചാൽ, എടാ, നിന്റെ വീട്ടിൽ വലിയ വലിയ തങ്ങന്മാര് വന്നിട്ടില്ല, വലിയ വലിയ ആലിമീങ്ങൾ വന്നിട്ടില്ല, അവരൊന്നും ദുആ ചെയ്തിട്ടില്ല. അവർ ദുആ ചെയ്തിട്ടില്ലെങ്കിലും അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഹബീബ്, നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ 3 ഉദ്ദേശം വെച്ച് കല്യാണം കഴിച്ചവർക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഈ ഉദ്ദേശങ്ങളൊന്നുമില്ലാതെ കല്യാണം കഴിച്ചവന്റെ വീട്ടില് എന്റെ സഹോദരങ്ങള് സയ്യിദന്മാര് വന്നിട്ടുണ്ട്, വലിയ പണ്ഡിതന്മാര് വന്നിട്ടുണ്ട്. അവര് ദുആ ചെയ്തു, ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅ ബൈനകുമാ. ഇവര് ദുആ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ 3 ഉദ്ദേശം വെച്ചുകൊണ്ട് കല്യാണം കഴിച്ചവര് നേരത്തെ അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, 2 പേരും നല്ലവരാകണം, ഭാര്യയും ഭർത്താവും ദീനുള്ളവരാകണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സെലക്ട് ചെയ്യേണ്ടത് ദീനുള്ള ചെറുപ്പക്കാരനെ ആയിരിക്കണം. 5 വക്ത് നിസ്കരിക്കുന്ന മതബോധമുള്ള ചെറുപ്പക്കാരനായിരിക്കണം. അതുപോലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ കൂടെയുണ്ടാകുന്നത് അല്ലാഹുവിന്റെ ദീനുമായി ബന്ധമുള്ള ഒരു പെണ്ണായിരിക്കണോ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന മഹദി ഖദീജ ബീബി റളിയല്ലാഹു
ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം 2 പ്രാവശ്യമാണ് ഹിറാ ഗുഹയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത്. പയ്യന്നൂരിൽ കട നടത്തുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവനെ, നിന്റെ വീട്ടിൽ നിന്ന് ഭാര്യക്ക് മടിയാണ് നിനക്ക് ഭക്ഷണം കൊണ്ട് തരാൻ വേണ്ടിട്ട്, എനിക്കിപ്പോൾ സമയമില്ല, അത്ര ദൂരത്തേക്ക് എനിക്ക് വരാൻ കഴിയില്ല, മെസ്സുണ്ടല്ലോ, ആ മെസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാൽ പോരെ, തിരക്കാണ് പെണ്ണേ, നിനക്ക് തിരക്കാണെങ്കിൽ എത്ര കിലോമീറ്ററാണ് അറിയാം. ഹജ്ജിന് പോയവർക്ക്, ഉംറക്ക് പോയവർക്കറിയാം ഹിറാ ഗുഹയിലേക്ക് അന്ന് എന്ത് പാതയാണുണ്ടായത്. നടക്കാൻ പോലും സൗകര്യമില്ലാത്ത, നടക്കാൻ പോലും ശരിയായ വഴിയില്ലാത്ത ഹിറാ ഗുഹയിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹിച്ച ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 2 നേരമാണ് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത്. ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ പോലും വലിയ പണിയാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നോക്കണം പ്രിയപ്പെട്ടവരെ, 2 നേരം ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. മാത്രവുമല്ല, ചിന്തിച്ചോ സഹോദരിമാരെ, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണോ? എങ്ങനെ ഭർത്താവിനെ നിങ്ങൾക്ക് സ്നേഹിക്കാം, എങ്ങനെ നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാക്കാം? അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ വരുന്നത് പനി പിടിച്ചിട്ട്. ഹിറാ ഗുഹയിൽ നിന്ന് പനി പിടിച്ചിട്ട് വരികയാണ്. നേരത്തെ ഉള്ളതുപോലെയല്ലല്ലോ. റസൂലുള്ളാഹിന്റെ മുഖത്ത് വല്ലാത്ത ക്ഷീണം കാണുന്നു, വല്ലാത്ത ദുഃഖം കാണുന്നു. എന്താണ് പ്രശ്നമെന്നറിയുമോ? നസലുൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ട് പേടിച്ചു പോയ റസൂല് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് വന്നിട്ട് ഖദീജയോട് പറയുകയാണ്, സമ്മിലൂനി യാ ഖദീജ, ഖദീജ എന്നെ പുതപ്പിട്ട് മൂടണേ ഖദീജ, എനിക്ക് വല്ലാതെ പനി വരുന്നുണ്ട് ഖദീജ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറുപടി? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പുതപ്പിട്ടിട്ട് മൂടിക്കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുതപ്പിട്ട് മൂടിക്കൊടുത്തു. എന്നിട്ട് റസൂലിനെ സമാധാനപ്പെടുത്തുകയാണ്. ഇവിടെയാണ് ഉമ്മമാരെ ശ്രദ്ധിക്കേണ്ടത്. പനി പിടിച്ചിട്ട് വന്ന ഭർത്താവ് വീട്ടിലേക്ക് നമ്മൾ എന്ത് പറയും? നിങ്ങളോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടില്ലേ, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ഈ തണുപ്പ് കൊള്ളണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, എന്നോടൊന്നും പറയണ്ട എന്ന് പറയില്ലേ? ഇനിയും നന്നായിട്ട് പനി വന്നാൽ നമ്മുടെ ഉമ്മമാര് എല്ലാവരും ചിലം വയലിലെ ഉമ്മയോടല്ല നല്ലവരായിരിക്കാ നിങ്ങള്. സ്വാഭാവികമായി പെണ്ണിന്റെ സ്വഭാവം പറയുകയാണ്. ഈ പനി പിടിച്ച ഭർത്താവിനോട് പറയാണ്, നിങ്ങൾ അറിയില്ലേ, ഇന്നലത്തെ പത്രത്തിൽ ഒരാൾ ടൈഫോയിഡ് പിടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ മരണപ്പെട്ടു. പനി പിടിച്ച് കിടക്കുന്ന ഭർത്താവിനോട് പെണ്ണേ, നീ സ്വാന്തനത്തിന്റെ വാക്കല്ലാതെ മറ്റൊരു വിഷമിക്കുന്നൊരു വാക്കും പറയാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് പുതപ്പങ്ങോട്ട് പുതച്ചു കൊടുത്തിട്ട് എന്തൊരു സാന്ത്വനത്തിന്റെ വാക്ക്. അതിയായ ഖദീജ ബീവി പറയുകയാണ്, കല്ലാ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദാ. പ്രവാചകരെ, അങ്ങ് വിഷമിക്കണ്ട നബിയേ, പനി വന്നു എന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട നബിയേ. എന്നിട്ട് ഖദീജ ബീവി പറയുകയാണ്, ഇന്നക ലതസിലുർ റഹീം, ഇന്നക ലതസിലുർ റഹീം, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്ന പ്രവാചകരാണ്. കല്ലാ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദാ, അല്ലാഹു അങ്ങയെ ഒരിക്കലും വിഷമത്തിലാക്കില്ല. പനി പിടിച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പനി പിടിച്ചിട്ടൊന്നും പേടിക്കണ്ട, അല്ലാഹു ഒരിക്കലും വിഷമത്തിലാക്കുക. എന്തൊരു വാക്കാണ്! ആ ഭാര്യയുടെ ഒരു വാക്ക് മതി നമ്മുടെ പനി പോകാൻ, അല്ലെ? പനി പിടിച്ചിട്ട് അല്ലെങ്കിൽ തലവേദന, കച്ചവടം ചെയ്തിട്ട് ടെൻഷനാണ്, അവിടുന്ന് കുറെ കിട്ടാനുണ്ട്, അങ്ങോട്ട് കൊടുക്കാനുണ്ട്, വല്ലാതെ ടെൻഷൻ പിടിച്ച് വീട്ടിലേക്ക് വന്നപ്പോ ഭർത്താവ് കടത്തിന്റെ കാര്യം പറയുമ്പോ
പെണ്ണെ നീ മൈൻഡ് ചെയ്യാതിരുന്നാൽ ആരാ നിങ്ങളോട് കട തുടങ്ങാൻ പറഞ്ഞത്? ആരാ നിങ്ങളോട് കച്ചവടം ചെയ്യാൻ പറഞ്ഞത്? ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വെയില് കൊണ്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് പെണ്ണെ നീ ഒരു സാന്ത്വനത്തിന്റെ വാക്ക് പറയണേ. കടമല്ലേ, കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാം, പരിശ്രമിക്കാം. അത് എങ്ങനെ